കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഈ സന്ധ്യാസമയത്ത് അതിപരിശുദ്ധമായ ഈ ദേവാലയത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ നമ്മുടെ പൊന്നു തമ്പുരാന് നമ്മൾ നന്ദി പറയുകയായി. നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ നമ്മുടെ കുറവുകൾ നോക്കാതെ, നമ്മുടെ ബലഹീനതകൾ നോക്കാതെ നമ്മളെ ഇതുവരെയും വഴി നടത്തിയൊരു ദൈവം. കുറവുകൾ എണ്ണുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. എന്നാൽ എണ്ണാത്ത ഒരു ദൈവത്തിൻ്റെ മക്കൾ, നോക്കിക്കേ, ഒന്നും എണ്ണി തിട്ടപ്പെടുത്താത്ത നസ്രേനായ ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. നമുക്കിതാ ദൈവം എണ്ണാത്തത് കൊണ്ട്, ദൈവം നമ്മെ നോക്കാത്തത് കൊണ്ട്, ദൈവം പാപത്തോട് നമ്മളെ നോക്കാത്തത് കൊണ്ട് ഇതാ ഞാൻ ഈ ഭൂമിയിൽ, ഈ ദേശത്ത് ഞാനിതാ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കരുണ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ദൈവത്തിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന ആ വലിയ അനന്തമായ സ്നേഹത്തിന്റെ അടയാളം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ശക്തിയോടെ ശക്തിയോടെ ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് എന്റെ സന്തോഷവും എന്റെ ദുഃഖവും എന്റെ വേദനകളെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓരാ ഓരാ, എന്റെ ഭവനത്തെ ഓർത്ത്, എന്റെ കുടുംബജീവിതത്തെ ഓർത്ത്, എന്റെ മാതാപിതാക്കളെ ഓർത്ത്, എന്റെ മക്കളെ ഓർത്ത്, ഇപ്പോൾ എനിക്ക് ഈ ദേശത്ത് ജീവിക്കാൻ ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് പോരാ, ശക്തിയോടെ ശക്തിയോടെ ഒഴുകട്ടെ, ഒഴുകട്ടെ, അവിടുത്തെ ശക്തി, സ്വർഗീയ ശക്തി ഒഴുകട്ടെ, സ്വർഗീയ ശക്തി ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. പോരാ, കരകളടിച്ച് കരകളടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ശക്തി ഒഴുകട്ടെ, സ്വർഗ്ഗത്തിലെ ശക്തി ഒഴുകട്ടെ. ലോകത്തിൻ്റെതായ ശക്തികൾ എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ ആഗ്രഹത്തിൽ, എന്റെ സ്വപ്നത്തിൽ നിന്ന് ഈശോ നാമത്തിൽ ഇപ്പോൾ കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരങ്ങൾ തുറക്കട്ടെ, അതരങ്ങൾ തുറക്കട്ടെ. യേശുവിന്റെ ശക്തി, ലോകത്തിന്റെ ശക്തിയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. പോരാ പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ അതരങ്ങൾ തുറന്ന്, അതരങ്ങൾ തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തനായവൻ വൻ കാര്യങ്ങൾ ചെയ്തു, ശക്തിയോടെ ശക്തിയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ, ശക്തനായവന്റെ ശക്തി ലോകത്തിന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി, മനുഷ്യരുടെ ശക്തി അല്ല, സ്വർഗത്തിന്റെ ശക്തി. പോരാ പോരാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ, അതരങ്ങൾ തുറക്കട്ടെ. പോരാ, അതരം തുറക്കട്ടെ, അതരം തുറക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മമാരി നിറയട്ടെ. തേജസ്സിനിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്സിനിവിടെ പ്രകാശിക്ക വേണം വെളിച്ചം പ്രകാശിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ ആത്മമാരി കൊണ്ട് നിറയട്ടെ. ലോകത്തിൻ്റെതല്ല, ദൈവത്തിന്റെ ശക്തി മാത്രം എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ ചിന്തയിൽ, എന്റെ ആഗ്രഹത്തിൽ, എന്റെ ചിന്തകളിലെല്ലാം നിറയട്ടെ, നിറയട്ടെ. ലോകത്തിലുള്ളതെല്ലാം വിട്ടുപോകട്ടെ. ലോകത്തിലുള്ള എല്ലാ ശക്തിയുടെ കെട്ടുകളും എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, കുടുംബജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നും നീ പോകട്ടെ. അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നും നീ പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാ
ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലെ ശക്തിയാ എന്റെ ഉള്ളിൽ നിറയട്ടെ. ഭൂമിയിലെ ശക്തി, വ്യക്തിപരമായ ശക്തികളെല്ലാം പോയി സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാ എന്നെ നയിക്കട്ടെ, എന്നെ നയിക്കട്ടെ. ഈശ്വര ശക്തി സന്തോഷം കൊണ്ടാടിപ്പാൻ ആത്മശക്തിയാലിന്നു നടത്തേണമേ. സ്വർഗ സന്തോഷം കൊണ്ടാടിപ്പാൻ ആത്മസന്തോഷം ആത്മസന്തോഷം കൊണ്ടാടത്തിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാടത്തിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാടത്തിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങളെ അടുത്ത് നിൽക്കുന്നവരെയൊക്കെ മുഖത്തോട്ട് നോക്കി ഒരു സ്തുതിയൊക്കെ കൊടുത്തിട്ട് കൈ ഒന്ന് പിടിച്ച് സുഖമാണോ എന്ന് ചോദിക്കണം. സുഖമാണോ എന്ന് ചോദിക്കണം കേട്ടോ, സുഖമാണോ എന്ന് ചോദിക്കണം. പ്രൈസല്ലോ, ഹല്ലേലൂയ. ചോദിച്ചോ 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 സത്യമായിട്ടും ചോദിച്ചു ആണോ? വേണേ ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതാണ് ക്രിസ്മസ്. നമുക്കിരിക്കാം. പ്രൈസല്ലോ, ഹല്ലേലൂയ. ഇതാണ് ക്രിസ്മസ്. ഒരാളെ നോക്കുന്നതാണ് ക്രിസ്മസ്, ഒരാളോട് ചോദിക്കുന്നതാണ് ക്രിസ്മസ്, ഒരാളുടെ സമ്മതം മേടിക്കുന്നതാണ് ക്രിസ്മസ്. ആണോ? രണ്ട് വ്യക്തികൾ സമ്മതം മൂളിയത് കൊണ്ടാ ഞാനും നിങ്ങളും ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ഈ ഭൂമിയിൽ ഇരിക്കുന്ന. ആരാണ് രണ്ടുപേര്? ഉറക്കെ പറയണം. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഔസേപ്പിതാവ്. ഒന്ന് കരങ്ങളടിച്ചേ. ആ രണ്ടുപേരുടെ സമ്മതമാണ്. രണ്ട് വ്യക്തികളുടെ മിണ്ടത്തില്ല, ഉറക്കെ പറയണം. ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കാൻ വന്നേക്കൊന്നുമല്ല. നമ്മളും നിങ്ങളും കൂടെ ഒരുമിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടിയ ആളും നിങ്ങൾ കുറഞ്ഞ ആളുമല്ല. ആണോ? അങ്ങനെയാണോ? ഒന്ന് കരങ്ങളടിച്ചേ. അപ്പൊ എന്താണ് രണ്ടുപേരുടെ സമ്മതമാണ്. ആരുടെയൊക്കെ? പരിശുദ്ധ മറിയവും ഔസേപ്പും. ഔസേപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇന്ന് ബുധനാഴ്ച, അതും മാസത്തിന്റെ ആദ്യത്തെ ദിവസം. എന്താണ്? വിശുദ്ധ ഔസേപ്പിതാവിന്റെ മനോഹരമായ ദിവസം. ഔസേപ്പിതാവ് ഇങ്ങനെ ഈ താന്ന് കിടക്കുന്നവനെ കൈ പിടിച്ചുയർത്തുന്ന ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് ഇങ്ങനെ രംഗത്തൊന്നും വരത്തില്ല, വളർത്തുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച്. ഔസേപ്പിതാവ് മാറി നിന്ന് വളർത്തുന്ന, വലിയ പേരും പ്രസിദ്ധിക്കും വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളുമല്ല. 10-31 വർഷത്തിന് മുമ്പ് ഇവിടെ ഈ ചേട്ടനൊക്കെ അറിയാം. ഞങ്ങളെ ആ സിസ്റ്ററിന്റെ പേരെന്തുമായിരുന്നു? അന്നത്തെ ഫാർമസിയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ മംഗള സിസ്റ്റർ ഞങ്ങളെ ഡിവൈനിൽ നിന്ന് ധ്യാനവും കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളൊരു 3 പേരെ ആദ്യമായിട്ട് സിസ്റ്റർ കണ്ട് ഞങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വരെ. അന്ന് ഒരു 31 വർഷത്തിന് മുമ്പ് ആരുടെയൊക്കെ വീടുകളിൽ പോയി, അത് ഇവരൊക്കെ അറിയാം. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മരിച്ചുപോയി. കുര്യൻ മരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വീടുകളിലൊക്കെ പോയി ഈ പെരുമ്പഴയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്നിട്ട് ഏനാത്തുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ അമേരിക്കയിലും എവിടെയായിരുന്നു. ആ സിസ്റ്ററിൻ്റെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി ഔസേപ്പിതാവിൻ്റെ ആളാണ്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഔസേപ്പിതാവ് മോനെ നിങ്ങളെ അങ്ങ് വളർത്തിക്കോളൂ, ഔസേപ്പിതാവിനെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥിക്കണമെന്നല്ല, ഔസേപ്പിതാവിന് അമ്മച്ചി ഒരു വിറച്ചിട്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഔസേപ്പിതാവിനെ ഇങ്ങനെ ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അമ്മച്ചി പറഞ്ഞ ഒരു വാക്ക് എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഇങ്ങനെ ഔസേപ്പിതാവിൻ്റെ ഒരു ഫാനായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഔസേപ്പിതാവിൻ്റെ ഒരു ഫാനായി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയാം? നമ്മുടെ കുടുംബജീവിതം വളരെ നിസ്സാരമായി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. എന്തെങ്കിലും ദുഃഖം തോന്നുന്നെങ്കിൽ ഇപ്പം പറയണം. സിമ്പതിക്ക് വേണ്ടി പറയണം. നോക്കിക്കേ, ഉണ്ടോ? ഇല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് 26 വർഷമായി, എനിക്ക് കുട്ടികളില്ല. ഒന്ന് കരങ്ങളടിക്കുമോ? എന്തിനാ കരങ്ങളടിച്ചത്? കുട്ടികളില്ലാത്തതുകൊണ്ടാണോ? സന്തോഷത്തോടെ ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ട് നടക്കുന്നു. ആരാണ്? ദൈവം തമ്പുരാൻ. വളരെ ശാന്തമായി കൊണ്ടുവരുന്ന ഔസേപ്പിതാവിന്റെ വലിയൊരു മാധ്യസ്ഥം ഉള്ളത് കൊണ്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ഔസേപ്പിതാവിനെ നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഇതൊരു വലിയ മനുഷ്യനാ. പറഞ്ഞു മനസ്സിലായോ? ഔസേപ്പിതാവിന്റെ തോളിൽ പണ്ടൊരു വടിയുണ്ടായിരുന്നു. പിന്നെ ആ വടി പുഷ്പിച്ചത് കാണുന്നു. അത് ആര് വന്നപ്പോഴാണെന്ന് അറിയാവോ? ഉണ്ണീശോ വന്നു കഴിഞ്ഞപ്പോൾ, മാതാവ് ഉണ്ണീശോ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ചരിത്രം. അതൊക്കെ വേറെ കാര്യങ്ങളാണ്, അത് പിന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുഷ്പിക്കുന്ന, ഫലം തരുന്ന ഒരു വലിയ മനുഷ്യനാണ് ആര്? കരങ്ങളടിച്ചേ. ഹല്ലേലൂയ. വലിയ ഫലം തരുന്ന, വളർത്തുന്ന ഒരു വലിയ മനുഷ്യനാണ്. അന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ദയനീയ അവസ്ഥ അറിയാവുന്ന ഒരു ചേട്ടൻ ഉണ്ടായില്ല. ഞാൻ അതങ്ങനെ പറയും, ഇതൊന്നും പറയാൻ വന്നതല്ല കേട്ടോ, അന്നേരം വന്നു പോയതാ. അവിടെ നിന്ന് ഔസേപ്പിതാവ് ഞങ്ങളെ 10-33 വർഷത്തോളം ശുശ്രൂഷയിൽ ഇവിടം വരെ എത്തിച്ചെങ്കിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ, വിദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ പോകാൻ ദൈവം അവസരം നൽകിയെങ്കിൽ അത് ഔസേപ്പിതാവിന്റെ ഒരു ഞങ്ങളോടുള്ള ഒരു കരുതൽ, ഞങ്ങളോടുള്ള വളർത്ത്. ഞാൻ ഈ ആൻറ്റിയുടെ ഹസ്ബൻഡിന്റെ സ്ഥലം പാറശാല, അവിടെ ഒരു 6-7 വർഷത്തിന് മുമ്പ് അവിടെ ഒരു വലിയ കൺവെൻഷൻ നടത്തി. അപ്പോൾ കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ എന്നെ കാണാൻ അവിടെ ആൾക്കാർ വന്നു. ഞാൻ ഈ ഔസേപ്പിതാവ് വളർത്തിയ കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് അറിയാം. അവിടെ ചെന്ന് തന്നെ അപ്പോൾ പറഞ്ഞ്, ഞാൻ എൻ്റെ വൈഫ് പെരുമ്പഴയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട്, ഞങ്ങളുടെ ഒരു അങ്കിൾ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്ന് അവരെല്ലാം പരിചയപ്പെട്ടു. പിന്നെ അവർ കാണിച്ച സ്നേഹം വളരെ വലുതാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് സ്നേഹം കൂടുതലെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. അപ്പോൾ ഔസേപ്പിതാവ് ഇങ്ങനെ അങ്ങ് വളർത്തുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഔസേപ്പിതാവിനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? സമ്മതം കർത്താവിൻ്റെ അടുത്ത് കൊടുത്താൽ, നമ്മൾ ഔസേപ്പിതാവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്താൽ, സമ്മതം കൊടുത്താൽ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഔസേപ്പിതാവ് വളർത്തി വലുതാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരാത്ത, പിടിക്കാത്ത വൃക്ഷത്തിൽ ഫലം തരുന്ന ഒരു ഔസേപ്പിതാവാണ്. ആമേൻ. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ വിചാരിക്കുക, അങ്ങനെ ഉള്ളത് കൊണ്ട് കഷ്ടതയില്ല, വേദനയില്ല, ദുഃഖമില്ല, പ്രയാസമില്ല. ഈ കഷ്ടതയുടെ നടുവിൽ ഔസേപ്പിതാവ് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും? നമ്മളെ കുതിരപ്പുറത്തിരുത്തിയിട്ട് പുള്ളി നടന്ന് പിടിച്ചോണ്ട് പോകും. ഇതാണ് ഔസേപ്പിതാവിന്റെ ഒരു ശീലം. ഹല്ലേലൂയ. കരങ്ങളടിച്ചേ. ഹല്ലേലൂയ. മാതാവിന് എന്ത് ചെയ്തു? പുള്ളി കുതിരപ്പുറത്തിരുത്തി, അല്ലേ, ഇങ്ങനെ കൊണ്ടുപോയി. കഴുതപ്പുറത്തിരുത്തി കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോയി? നടത്തി. പുള്ളി കൂടെ നടന്ന്. ആണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് അതെ, നമുക്ക് വേണ്ടി നടക്കുന്ന, നമുക്ക് വേണ്ടി ഭാരം വഹിക്കുന്ന, എന്താണ്? ഈശോയെ വളർത്താൻ, ഈശോയിൽ നിന്ന് ലഭിച്ചതും ഈശോയെ വളർത്താനും ഒക്കെ ഉള്ള കൃപയുള്ള ഒരു മനുഷ്യൻ നമ്മൾ വളരെ ചെറുതായിട്ട് കാണുന്ന, ഒത്തിരി പ്രായമുള്ളവരായിട്ടൊക്കെയാണ് നമ്മൾ വരയ്ക്കുന്ന. ഔസേപ്പിതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ചെറുപ്പമാണ്, നല്ല ആരോഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് മാതാവുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ കള്ളന്മാരും എല്ലാവരും വന്നപ്പോൾ ഒരു വടി ഉണ്ടായിരുന്ന ചരിത്രം പഠിക്കും. ഈ വടി വെച്ച് വിരട്ടി എല്ലാവരെയും ഓടിക്കാൻ കഴിയുന്ന അത്രയും പവറുള്ള ഒരു മനുഷ്യനാണ് ഈ ഔസേപ്പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യനുള്ള എന്താ എളിമ എന്ന് പറഞ്ഞ് വലിയ പുണ്യം നമുക്കാർക്കും ഇല്ലാത്ത, ജോൺസൺ ബ്രദർ ഇല്ലാത്ത ഏറ്റവും വലിയൊരു സാധനമാണ് എളിമ. ആണോ? നിങ്ങളൊക്കെ നല്ല മനുഷ്യർ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഇത്രയേറെ എളിമയുള്ളവർ അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയേറെ എളിമയുള്ള ഒരു മനുഷ്യനാണ് ആരാണ്? ഔസേപ്പിതാവ്. ഇത്രയേറെ എളിമ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടം. അനുസരണയുള്ളവനെ, എളിമയുള്ളവനെയാണ് ആർക്കിഷ്ടം? ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ടാണ് ദൈവം ഔസേപ്പിതാവിനെ തെരഞ്ഞെടുത്തത്. നോക്കിക്കേ, ഞാനാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യ ഗർഭിണിയാണെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കരിസ്മാറ്റിക്കും, നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ വിശ്വാസവും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും. അതാണ് അതിന്റെ സത്യം. പക്ഷെ ഔസേപ്പിതാവ് മാറ്റിവെക്കുന്നവനല്ല, അനുസരിക്കുന്ന ഒരു പിതാവായി മാറി. ആരുടെ മുമ്പിൽ? ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിന്റെ മുമ്പിൽ മകനായി മാറിയ ഒരു ഔസേപ്പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ മുമ്പിൽ പുത്രനായി കാണിച്ച ഒരു ഔസേപ്പിതാവ്. 2 പുത്രന്മാരാ, യേശുവും ഔസേപ്പിതാവും. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലെ, ഔസേപ്പിതാവ് അവിടെ അനുസരിച്ചപ്പോൾ, അപ്പോൾ അവിടെ ഔസേപ്പിതാവിനുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാവോ? പുള്ളിയുടെ ഹൃദയം ശുദ്ധമാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ദൈവമെല്ലാം സംസാരിക്കും. പുള്ളിയെടുത്ത് എന്തെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ കർത്താവ്? ബൈബിൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ഔസേപ്പിതാവിൻ്റെ അടുത്ത് ദൈവം നേരിട്ട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ടോ? ദൈവദൂതൻ സ്വപ്നത്തിൽ
4 സ്ഥലത്താണ് പറയുന്നത്. ലൂക്കാ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷത്തെല്ലാം പറയുന്നത് എന്താണ്? സ്വപ്നത്തിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വപ്നത്തിൽ കൊടുക്കണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ളവർക്ക് മാത്രമാണ്. ഹൃദയശുദ്ധിയുള്ളവർ അവർ ആരെ കാണുമെന്നാ പറഞ്ഞ? ദൈവത്തെ മാത്രം കാണും. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവത്തെ കാണും. ഔസേപ്പ് പിതാവ് ദൈവത്തെ കണ്ടു. അനുസരണ ഉള്ള എല്ലാവരും ആരെ കാണും? ദൈവത്തെ കാണും. അനുസരണ ഉള്ളവർ മാത്രമേ ഉള്ളൂ. അത് എവിടെയാണോ? കുടുംബജീവിതത്തിലാകാം, വേറെ എവിടെയാകാം. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഔസേപ്പ് പിതാവിന് ഇത് അറിയാവുന്നത് കൊണ്ട് ഔസേപ്പ് പിതാവ് എന്ത് ചെയ്തു? അനുസരിച്ചു, അത് തീരുമാനിച്ചു. ഇത് കഴിഞ്ഞിട്ടോ വീണ്ടും ഔസേപ്പ് പിതാവ് സ്വപ്നത്തിൽ കാണുന്ന എന്താണ്? നീ ഇവിടെ നിൽക്കേണ്ട, നിന്റെ ഭാര്യയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. അത് സ്വപ്നത്തിലാണ്. അവിടെ ചെന്നെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സ്വപ്നത്തിൽ പറയാ, അവിടുന്ന് പോയിക്കോ, നിനക്ക് എതിരാളിയായിരുന്ന ആള് തിരിച്ച് മരിച്ചുപോയി, നീ തിരിച്ചു വന്നോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ഔസേപ്പ് പിതാവിന് സ്വപ്നത്തിലാണ്. ആ ഭാഗങ്ങളെല്ലാം അങ്ങനെയാണ്. എന്താണ്? അനുസരണ വന്നപ്പോൾ 2 വ്യക്തികൾ. അതുപോലെയാണ് പരിശുദ്ധ മറിയവും. ഇതേപോലെയാണ് പരിശുദ്ധ അമ്മയും സമ്മതം മൂളിയപ്പോൾ ആദ്യം ഗബ്രിയേൽ ദൂതൻ വന്ന് മാതാവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മാതാവ് സമ്മതം മൂളി. ഹല്ലേലൂയ. ഇതാണ് 2 അത് കുടുംബത്തിൽ. ഇത് ഏറ്റവും ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഒറ്റ സമ്മതമുള്ളവരായിരിക്കണം. എന്ത് കാര്യത്തിൽ? ആദ്യം ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ അല്ല, ഒരു കൈവക്കൽ അല്ല. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്നേഹമായിരിക്കട്ടെ, മിണ്ടുന്നില്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്താണ് സ്നേഹം? ദൈവത്തിന്റെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കല്യാണം കഴിച്ചവരെല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. എല്ലാവരും കല്യാണം കഴിച്ചവർ. ആര് പറഞ്ഞു നിങ്ങളടുത്ത് കല്യാണം കഴിക്കാൻ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും, ഈ ചേട്ടന്മാര് ആരെങ്കിലും ഭാര്യയുടെ സാരിക്ക് എപ്പോഴെങ്കിലും ഞുറു പിടിച്ചു കൊടുത്തിട്ടുണ്ടോ? മിണ്ടത്തില്ല. ഇല്ല. ഉണ്ട്. കള്ളത്തരം പറയാൻ പറ്റത്തില്ല. ഒരു സാരിക്ക് എത്ര ഞെറവുണ്ട് ചേട്ടാ? അപ്പൊ അതിന് ഞുറുവിന്റെ എണ്ണം പറ. 5 ഞുറു. ഒന്ന് കരങ്ങൾ അടിച്ചേ. ഇതാ ബന്ധം. ഇതാ ഒരു ബന്ധമാ. ഇതൊരു അനുസരണ. എന്താണ്? ഭാര്യ പള്ളിയിൽ പോകാനോ അല്ല ഓഫീസിൽ പോകാനോ ചോദിക്കുമ്പോ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതൊന്ന് പിടിച്ചേ. ഹല്ലേലൂയ. ഇത് സ്നേഹം ഉണ്ടെങ്കിലേ പറ്റൂ. എന്തുണ്ടെങ്കിലാ? മിണ്ടുന്നില്ല. നിങ്ങൾ നോക്കുമ്പോ ഈ സാരിയുടെ ഞുറു പിടിക്കുന്നു. സാരിയുടെ ഞുറുവും സ്നേഹവും തമ്മിൽ എന്തോ ഒരു നല്ല സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഭാര്യ വിളിക്കൂ. മിണ്ടത്തില്ല. നിങ്ങൾ ആരും ഭാര്യമാരല്ലേ? ഒന്ന് പറഞ്ഞേ. ആണോ? ആണ്. സ്നേഹം ഉണ്ടെങ്കിലേ വിളിക്കൂ. സ്നേഹമില്ലേ വിളിക്കുവോ? സ്നേഹമില്ലെങ്കിൽ ചോറ് പോലും വിളമ്പി കൊടുക്കത്തില്ല. കൊടുക്കുവോ? തരുവോ ചേട്ടാ? ഇല്ല. ചേട്ടൻ പറഞ്ഞ സാരിയുടെ ഞുറു പിടിച്ച ചേട്ടനാ പറഞ്ഞ ഇല്ലെന്ന്. ഒന്ന് കരങ്ങളടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ്. ഇതൊരു ബന്ധമാ. ബന്ധം ഉണ്ടെങ്കിൽ ഈ ബന്ധം എവിടുന്നാ വരുന്നത്? ആ ദൈവത്തിൽ നിന്നാ ബന്ധം വരുന്നത്. നല്ല ബന്ധങ്ങളെല്ലാം വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നാ. നല്ല ബന്ധങ്ങളെല്ലാം വരുന്നത്. ബാക്കി എല്ലാ ബന്ധങ്ങളും ലോകത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും വരുന്ന ആ ബന്ധങ്ങൾക്ക് നിലനിൽപ്പില്ല. കരങ്ങളടിച്ച് ഹല്ലേലൂയ. ആ ബന്ധങ്ങൾക്ക് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ള ഏക ബന്ധം യേശുക്രിസ്തുവിന് വരുന്ന ബന്ധമാണ്. ഹല്ലേലൂയ. ഈ ബന്ധം വരണമെങ്കിൽ നമ്മൾ ഔസേപ്പ് പിതാവിനോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം. യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം. വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ജപമാല ചെല്ലുന്നവരായിരിക്കണം. പ്രധാനപ്പെട്ട കൂദാശകളുമായി നല്ല ബന്ധം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ മാസത്തിൽ പറ്റുമെങ്കിൽ 2 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കും. 1 മാസം കുമ്പസാരിച്ച് തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ജപമാല, വിശുദ്ധ കുർബാന എവിടെ കിട്ടാൻ പറ്റുമോ അതെല്ലാം മേടിക്കും. നമ്മൾ യാത്രയിലൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നമ്മൾ ആദ്യം തിരക്കുന്നത് എവിടെങ്കിലും പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരടുത്തൊക്കെ വിളിച്ചു ചോദിക്കും കുർബാന സമയം എപ്പോഴാണെന്നൊക്കെ ചോദിക്കും. ഞാനൊക്കെ ഞായറാഴ്ച വേറെ എവിടെയെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുമ്പോൾ താമസിക്കുമെങ്കിലൊക്കെ ഞായറാഴ്ച 6:30 ഇവിടെ കുർബാന ഉണ്ട്. പെട്ടെന്ന് ഇവിടെ വന്ന് കുർബാന കണ്ടിട്ടാണ് ഞാൻ ഉടനെ പോകുന്നത്. അപ്പം നമ്മൾ എവിടെ കുർബാന ഉണ്ടോ അവിടെ നമുക്ക് പോയി കുർബാന, ഒരു ഞായറാഴ്ച കുർബാന മാത്രമല്ല നിത്യ കുർബാന കാണാൻ പറ്റുന്നവർ ഭയങ്കരമായിട്ട് അത് കാണാനായിട്ട് ശ്രമിക്കണം. എന്താണ്? അവിടെ നിന്നാണ് നമുക്ക് എല്ലാ ശക്തിയും ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മറ്റെല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ ശക്തി നമുക്ക് നിലനിൽക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ വിശുദ്ധ കുർബാന, ജപമാല
പ്രാർത്ഥന, കൂദാശകളുമായിട്ടുള്ള നല്ല ബന്ധമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ അനുഗ്രഹം അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ അനുഗ്രഹം അതാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആമുഖമായി ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പാട്ടുകാരൻ അങ്ങനെ ഭയങ്കര എളിമയാണ്. ഔസേപ്പിതാവിന്റെ ആളാണ്. പണ്ട് കസേര ഇല്ലേലും ഇരുന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇപ്പൊ കണ്ണുകൾ അടച്ച് നമുക്ക് കരങ്ങൾ കൂപ്പി വിശുദ്ധ ഔസേപ്പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, തൊഴിൽ മേഖലകളെ, വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, സമർപ്പിത ജീവിതത്തിലെ കുറവുകളെ, സമർപ്പണ ജീവിതത്തിൽ ശക്തിയോട് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുകളെയും കർത്താവെ, കുടുംബജീവിതം, തൊഴിൽ, വരുമാന മാർഗം, എൻ്റെ കുടുംബാന്തരീക്ഷം എല്ലാം വിശുദ്ധ ഔസേപ്പിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. വിശുദ്ധ ഔസേപ്പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം നമ്മളിൽ ഓരോരുത്തരിലേക്കും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന.